കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് കോളേജ് അധികൃതർ മറുപടി നൽകും. അധ്യാപകർക്കെതിരെ സ്വീകരിച്ച നടപടികളും വ്യക്തമാക്കും. അതേസമയം നിതിനെയും ടീച്ചറെയും ഭീഷണിപ്പെടുത്തി പണം തിരികെ അടപ്പിക്കാൻ ശ്രമിച്ച ലോൺ ആപ്പ് നടത്തിപ്പുകാരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, നിതിൻ രാജിൻ്റെ മരണത്തിലേക്ക് തുടക്കത്തിൽ നയിച്ച ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം എന്തെങ്കിലും ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടോ? എന്ത് കാരണങ്ങൾ? അതിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാകുമല്ലോ. അവർ മറുപടി നൽകുന്നതാണോ അതോ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നതാണോ? സ്വപ്ന, ഈ നിതിൻ മരിച്ച് 10ാം ദിനമാണ് ഇത്തരത്തിൽ മാനേജ്മെന്റ് ഔദ്യോഗികമായി വിശദീകരണം നൽകുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു 10 മണിക്ക് ശേഷം മാധ്യമങ്ങളോട് ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ടും കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങളെ കുറിച്ചും മറുപടി നൽകും, വ്യക്തത നൽകുമെന്ന കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം നിതിന് വേണ്ടി ഒരു അനുശോചന യോഗം പോലും കൂടാൻ കോളേജ് മാനേജ്മെന്റിന് സാധിച്ചിരുന്നില്ല. മാത്രവുമല്ല, നിരവധി വിദ്യാർത്ഥികൾ പരസ്യമായി മാനേജ്മെന്റിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല അധ്യാപകരും കിരാതമായ പീഡനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിടുന്നതെന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും വ്യക്തമാക്കിയത്. ഇതിനെ തുടർന്ന് മാനേജ്മെന്റ് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിനായ കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും ഈ മാനേജ്മെന്റിനെതിരെ നീളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. എന്തായാലും ഉയർന്നു വന്ന വിവാദങ്ങളിലെല്ലാം മാനേജ്മെന്റ് മറുപടി നൽകും. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യവും പ്രധാനമായും മാനേജ്മെന്റ് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഡോക്ടർ റാമിന് പുറമെ നിരവധി അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ സമാനമായ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന വലിയൊരു കാര്യം. അതുമാത്രമല്ല, ഈ വിഷയങ്ങളെല്ലാം സല്യൂട്ട് ചെയ്യാതെ പോവുക എന്ന് പറയുന്നത് അത് അത്ര മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരിക്കുകയില്ല എന്ന തിരിച്ചറിയലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വ്യക്തത വരുത്താൻ ഒരുങ്ങുന്നത്. എന്തായാലും അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആദ്യഘട്ടം മുതൽക്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കോളേജിലെ അധികൃതർ തന്നെ ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പൊ ആ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിതിനെയും ടീച്ചറെയും ഭീഷണിപ്പെടുത്തിയ ഓൺലൈൻ ആപ്പ് അധികൃതർക്കെതിരെ നടപടി കർശനമാക്കുന്നുണ്ട്. എന്തായാലും അവരെ ഇന്നലെ കണ്ണൂരിലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ആ റിമാൻഡ് ചെയ്തവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കും. കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ഡോക്ടർ റാമിനെ പിടികൂടാനാവാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തടുക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹവും അതുപോലെ തന്നെ രക്ഷിതാക്കളുമാണ് കടുത്ത ആശങ്ക അറിയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തിയിട്ടുള്ള ഒരു പ്രതിയെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാണിക്കുന്നതെന്നുള്ള നിശിതമായ വിമർശനമാണ് ഇവർ ഉയർത്തുന്നത്. മാത്രമല്ല, ഇത് ഒരു പറ്റം മാനേജ്മെന്റിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും അധ്യാപകനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. കാരണം 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, അത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും പോലീസ് ഇവരെ പിടികൂടാൻ ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം പ്രധാനമായും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യ സർവകലാശാലയിൽ നിന്നുള്ള അന്വേഷണ വിഭാഗം ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചത്. കർശന നടപടി ഉണ്ടാകുമെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോളേജിന്റെ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കിയേക്കാൻ ഉള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഈ കോളേജിനെതിരെ മുമ്പും സമാന രീതിയിലുള്ള പരാതികൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, പല കാര്യങ്ങളിലും അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. കോളേജിൽ കൃത്യമായ ലൈസൻസ് ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂമി കയ്യേറി, അത് ഭൂമിയിലെ തരം മാറ്റം ഉൾപ്പെടെ കയ്യേറ്റ ഭൂമിയിലാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം സർക്കാരും കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ കോളേജിന്റെ
അഫിലിയേഷൻ ഉൾപ്പെടെ അംഗീകാരം ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇവർക്ക് പകരം സംവിധാനം എന്തൊരുക്കും എന്നുള്ളൊരു കടുത്ത ആശങ്ക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവെക്കുകയുണ്ടായി. കാരണം 4ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, 3ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, 2ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, ഈ തുടക്കത്തിൽ തന്നെ പണം അടച്ച വിദ്യാർത്ഥികളുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കിയാൽ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരുകൾ കൃത്യമായി ഇടപെടണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. സർവകലാശാല ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു സമീപനം വിദ്യാർത്ഥികളോട് സ്വീകരിക്കണമെന്ന കാര്യവും പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കോളേജ് മാനേജ്മെന്റ് നിതിൻ രാജിന്റെ മരണവും ഉയർന്നു വന്ന ആരോപണങ്ങളിലും കൃത്യമായ മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എന്തൊക്കെ നടപടികളാണ് ഈ അധ്യാപകർക്കെതിരെ സ്വീകരിച്ചതെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരുത്തും. മാത്രവുമല്ല, പ്രത്യേക അന്വേഷണ സംഘം ഈ ലോൺ നടത്തിപ്പുകാരായ ആപ്പ് അധികൃതരെ ഇത്തരത്തിൽ വിശദമായി ചോദ്യം ചെയ്യാൻ തീർച്ചയായും കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം അത് എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം കേരള പോലീസിന്റെ കഴിവുകേടൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ കാണാമറിയത്തിരിക്കുന്ന പ്രതികളെ പിടിക്കാൻ പറ്റാത്തത് എന്ന് തന്നെ നമ്മൾ കരുതണം. കൃത്യമായ സമയത്ത് അവർ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തപ്പെടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ കോളേജിൻ്റെ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അഫിലിയേഷൻ റദ്ദാക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഫീസ് അടച്ച 4ാം വർഷ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ഭാവി അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. സ്വാഭാവികമായും അതിനുള്ള എന്ത് നടപടികൾ അക്കാര്യത്തിലടക്കം തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും മാനേജ്മെൻറ്റിന് അല്ല അധ്യാപകർക്കെതിരായ ആരോപണം അതിൽ വിദ്യാർത്ഥികൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. നിതിൻ്റെ മരണത്തിന് ഈ ലോൺ ആപ്പിനപ്പുറം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ഇടപെടൽ എന്ത് നടപടികളാണ് CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്താണ് ആ കുട്ടിയോട് പറഞ്ഞത്? ആ 15-20 മിനിറ്റിനകത്ത് ആ കുട്ടി മരണത്തിലേക്ക് പോയി ചാടുന്നതിന് വേണ്ടി എന്താണ് ആ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ സംഭവിച്ചത് എന്നറിയാൻ എന്തായാലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്.